ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. താങ്കളുടെ സംസാരം ഞാൻ എന്റെ ബ്രെയിനിൽ അത് കോഡ് ചെയ്തു. ഞാൻ വളരെ സ്നേഹത്തോടെയാണ് ബ്രദറിൽ ഞാൻ മറുപടി പറയട്ടെ. ഓക്കെ, മറുപടി താങ്കൾ തിരിച്ചു പറയുന്ന മറുപടി കേൾക്കാനും കൂടി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ്, എല്ലാവർക്കും ഒരു സ്പേസ് കിട്ടുന്നു. സോ ആദ്യകാലങ്ങളിൽ ക്യൂർ എന്ന ഒരു ടേം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പുരുഷന്മാരും സ്ത്രീകളുമായിരുന്നു ആ സമയത്ത് അന്ന് ഐഡന്റിഫൈ ചെയ്തത്. ആ സമയത്ത് സ്ത്രീകളിൽ നിന്നാണ് നേരിട്ടുള്ള വിവേചനം അനുഭവിച്ചത്. സ്ത്രീകളായതുകൊണ്ട് അവർ ആംപ്ലിഫൈ ചെയ്തു. അതുകൊണ്ട് ആ ടേം അറിയപ്പെട്ടത് ഫെമിനിസം. സോ മേ ബി അത് ക്യൂറുകളാണ് തുടങ്ങിയിരുന്നെങ്കിൽ ക്യൂറിസം എന്ന് അറിയപ്പെട്ടേനെ, പുരുഷന്മാരായിരുന്നെങ്കിൽ ഫെമിനിസം എന്ന് അറിയപ്പെട്ടേനെ. ഫെമിനിസം എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയത് ചാൾസ് ഫോറിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഉട്ടോപ്യൻ ഒരു തിയറിസ്റ്റ് ആയിരുന്നു. ചാൾസ് ഫോറിയർ. ഞാൻ പറഞ്ഞു തീർക്കാൻ പോലും വേറെ സമ്മതിക്കില്ല. ആ വ്യക്തി പറയുമ്പോൾ ഞാൻ കേൾക്കാനുള്ള ആ പുള്ളി അത് എഴുതിയത് തന്നെ ഒരു എന്താ പറയാ വേശ്യാലയത്തിനെ ഡിഫൈൻ ചെയ്തിട്ടാണ് ആ ഒരു വാക്ക് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കോയിൻ ചെയ്തിട്ടുള്ളത് ഫെമിനിസമേ എന്ന് പറയുന്ന വാക്ക്. പിന്നെ നിങ്ങൾ പറഞ്ഞു വോട്ടവകാശം സ്ത്രീകൾക്ക് നേടിത്തന്നത് ഫെമിനിസം ആണെന്ന്. എമിലിയ പാങ്ക്രസ്റ്റ് പോലും തുടങ്ങി വെച്ച ഫസ്റ്റ് വേവ് ഫെമിനിസം വോട്ടവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല തുടങ്ങിയത്. ആ സമയത്ത് ടാക്സ് കൊടുക്കുന്ന എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. അന്ന് ബ്ലാക്ക് സൈഡിലുള്ള ആൾക്കാർക്ക് വോട്ടവകാശം കിട്ടി തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ടാക്സ് അടയ്ക്കാത്ത വൈറ്റ് വുമൺ വൈ ആർ വി ബ്ലാക്ക് മെൻ ഓർ ബ്ലാക്ക് വുമൺ മോർ പ്രിവിലേജ്ഡ് ദാൻ അസ് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചൊരു സാധനമാണ് ഫെമിനിസം. ആ സമയത്ത് ബ്ലാക്ക് ഫീമെയിൽസിന് വോട്ടവകാശം ഇല്ലായിരുന്നു. ഒരു കൂട്ടം വെളുത്ത സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെന്റ് മാത്രമായിരുന്നു ആ സമയത്ത്. എന്നുവെച്ചാൽ ബ്ലാക്ക് സൈഡിലുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ല. അവർക്ക് കിട്ടുന്ന 1965 19th അമെന്റ്മെന്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവർ ഒരു കൂട്ടം വെള്ള സ്ത്രീകൾ അവർക്ക് വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടിയായിരുന്നു ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയിട്ടില്ല. അതിനെതിരെ ഈ ബ്ലാക്ക് ഫെമിനിസം ഇപ്പോഴും ഫസ്റ്റ് വേവിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു വിശ്വാസം കൊണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിനെ കുറിച്ചിട്ട് കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്, ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.